പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ മോർണിംഗ് റൈഡിലാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റുമാനൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. ഏറ്റുമാനൂർ അടുത്ത് വേദവ്യാസഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്, ആദ്യമായിട്ട് കേൾക്കുവാണ്. എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല, നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു വീട്ടിൽ നിന്നൊരു 35 കിലോമീറ്ററാണ് അവിടെ വരെയുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വേദവ്യാസഗിരി പോയി ഒരു വീഡിയോ ചെയ്യാവുന്ന. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ആദ്യം അറിയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്, ഒരു പൗരാണികതയുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ കൂത്താട്ടുകുളം ടൗണിലേക്ക് വന്ന് കയറി കേട്ടോ, MC റോഡിലേക്ക് കയറി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കോട്ടയം ഡയറക്ഷനിലാട്ടോ പോകേണ്ടത്. 27 കിലോമീറ്ററോടെ ഉണ്ട് ഇനി. ഇപ്പം നമ്മൾ കുറവലങ്ങാടിന് മുന്നേ കോഴ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കോഴയിലാട്ടോ. അപ്പം എൻ്റെ ബാക്കിലൊരു ബിൽഡിങ് കാണാം. ഇതൊരു സയൻസ് സിറ്റി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. സയൻസ് സിറ്റി പിന്നെ അതിനോടനുബന്ധിച്ചൊരു പ്ലാനറ്റോറിയം ഒക്കെ ആയിട്ടുള്ള വലിയൊരു പ്രൊജക്റ്റായിരുന്നു. പക്ഷെ ഇത് ഓപ്പൺ ആയിട്ടില്ല. ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 5-8 വർഷമായിട്ടുണ്ട്. ഇത് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് പ്ലാനറ്റോറിയമാണ്. പക്ഷെ ഒന്നും തന്നെ ആയിട്ടില്ല. അങ്ങനെ തന്നെ പണി തുടങ്ങി ഒരു കുറച്ച് ഏകദേശം പകുതിയൊക്കെ പണി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് അങ്ങനെ അങ്ങ് പൂർത്തിയാവാതെ കിടക്കുക കേട്ടോ. ഞാൻ എപ്പോഴും ഈ റൂട്ട് MC റോഡ് ഈ റൂട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് പണിത് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എന്നായിരിക്കില്ല, ഇവിടെ കംപ്ലീറ്റ് ആ ഒരു ടൂറിസം കാര്യങ്ങളെല്ലാം ഡെവലപ്പാവും, അടിപൊളിയായിരുന്നു. പക്ഷേ എന്താണെന്നല്ല, മൊത്തം കാട് പിടിച്ച് തുരുമ്പ കയറി കോടികളുടെ മുതലാണെന്ന് ഓർക്കണം. അങ്ങനെ നശിച്ചു കയറി കിടക്കേണ്ടത്. ഇനി ഓപ്പൺ ആവുമായിരിക്കും, ഇതിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഓപ്പൺ ആവട്ടെ അല്ലേ. അപ്പോൾ ഈ ഒരു കോഴ എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് കോട്ടയം ജില്ലയിലാണ്. ഇവിടെ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് വരുമ്പം റോഡ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതായത് സ്റ്റേറ്റ് സീഡ് ഫാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ജില്ലാ അഗ്രികൾച്ചറൽ ഫാം, അതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് നമുക്ക് റോഡ് സൈഡിൽ കാണാൻ പറ്റും. റീജിയണൽ അഗ്രികൾച്ചറൽ ടെക്നോളജി ട്രെയിനിങ് സെൻറ്റർ ഇവിടെയാണ്. എന്തായാലും കറക്റ്റ് സ്ഥലത്താട്ടോ ഈ ആ ഒരു സ്ഥാപനങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഈ കോഴയിലേക്ക് വന്ന് നമുക്ക് കറക്റ്റ് ഒരു ഗ്രാമാന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ കോഴയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ MC റോഡിൽ നമുക്ക് കോഴയിൽ നിന്ന് കുറവലങ്ങാട്, ഇത് കോട്ടയം റൂട്ടാണ്, കുറവലങ്ങാട് വെമ്പള്ളിയൊക്കെ വരെ നമുക്ക് ഇഷ്ടം പോലെ കൃഷിയിടങ്ങളൊക്കെ കാണാൻ സാധിക്കും. ലൈവായിട്ട് കൃഷി കാണാൻ സാധിക്കും. രാവിലെയൊക്കെ വന്ന ഒരു പ്രത്യേക രസമാട്ടോ. MC റോഡിൻ്റെ 2 സൈഡിലുമായിട്ട് കാര്യങ്ങൾ നമുക്കെല്ലാം കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല ചൂടപ്പം ലൈവായിട്ട് ദോശക്കല്ലിൽ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ അത് രാവിലെ ആയതുകൊണ്ട് എങ്ങനെ കഴിക്കണമെന്ന് ഓർത്ത് കഴിക്കാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന കേട്ടോ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി. ഇനി കുറച്ച് കയറ്റമൊക്കെ നമുക്ക് ചവിട്ടേണ്ടതാണ്. പണ്ടൊക്കെ നാട്ടിൻ പ്രദേശങ്ങളിൽ നമ്മൾ കാണുന്ന പോലത്തെ കടയാണ്, ചെറിയ കടയാട്ടോ. സാമ്പാർ വേണ്ട, ഏറ്റുമാനൂർ എടുക്കാം. ആ, ഒരു മലയുടെ മേളിലാണ്. ആ, വെമ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞത്. വെമ്പള്ളി അടുത്ത സ്റ്റോപ്പല്ലേ? അടുത്ത്. ആ ചേട്ടാ, ഒരു ഉഴുന്നുവട കിടന്നു തരാം കേട്ടോ. നമ്മളിപ്പോൾ വെമ്പള്ളി എത്തി. വെമ്പള്ളി കഴിഞ്ഞ് കുറച്ച് ദൂരോടെ മുന്നിലോട്ട് പോയിട്ട് ഒരു 800 മീറ്റർ മുന്നിലോട്ട് പോയിട്ട് സ്ലൈറ്റ് റൈറ്റ് എടുക്കാനാട്ടോ പറഞ്ഞത്. ഓ, ഈ വളവിൽ ക്രോസ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ. വണ്ടി നല്ല ചീറിപ്പാഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെമ്പള്ളി ടൗൺ കഴിഞ്ഞാൽ ചെറിയ റൈറ്റ് എടുക്കണം. നല്ലൊരു കയറ്റമാണ്. ഇത് കാണക്കാരിക്ക് പോകുന്ന വഴിയാണ്. കാണക്കാരി ടൗണിലേക്ക് വന്ന് കയറി. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് കാണക്കാരിയിൽ നിന്ന് റൈറ്റ് എടുത്ത് അതിരമ്പുഴ റൂട്ട് വന്നിട്ട് ഒരു 2 കിലോമീറ്റർ കാണക്കാരിയിൽ നിന്ന് പോകുന്നത് ഈ റൈറ്റ് എടുത്തേക്കും കേട്ടോ. അപ്പം ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അറിയാനൊന്നുമില്ല, ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ലൊക്കേഷൻ ഉണ്ട് കേട്ടോ. ദക്ഷിണ കാശി ശ്രീ ധർമ്മശാസ്ത്ര ശ്രീ ഭദ്രകാളി ക്ഷേത്രം, വേദഗിരി, ഏറ്റുമാനൂർ. വലിയൊരു ആല് നോക്കേ. ആലിൻ്റെ ചുവട്ടിലൊരു ബസ് നിർത്തിയിട്ടാണ് കേട്ടോ. നമ്മുടെ വരവേൽപ്പ് ഫിലിമില്ലേ മോഹൻലാലിൻ്റെ, അതിൽ ഇതുപോലെ ഒരു സ്ഥലത്തല്ലേ ബസ് കൊണ്ട് പാർക്ക് ചെയ്യണത്, നിർത്തിയിടുന്നത്. അതാണ് അമ്പലം. നമുക്കിനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ. ഓ, ഈ സ്ഥലത്തിൻ്റെ പേരാട്ടോ വേദഗിരി. ഇവിടെ KSCയുടെ ഒരു കാലിത്തീറ്റയുടെ
ഒരു യൂണിറ്റൊക്കെ കാണാം. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ കേട്ടോ അമ്പലത്തിൻ്റെ കൂടെയുള്ള ആർച്ച് വെച്ചിട്ടുണ്ട്, വേദവ്യാസ ക്ഷേത്രം എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നല്ല കയറ്റം കേട്ടോ, നല്ല കുത്തനെയുള്ള കയറ്റം കേട്ടോ. അപ്പോൾ നല്ലൊരു കയറ്റം. അതും കയറി വന്നു കഴിഞ്ഞാൽ ഇതിവിടെ KSCയുടെ ഇത് ഫാക്ടറി ആണോ അതെയോ ഗോഡൗൺ ആണോ രണ്ടും കൂടെ കൂടിയതായിരിക്കും അല്ലേ. ഓ എന്ത് വലിയ ഇതാന്നൊക്കെ ബിൽഡിങ്ങാന്നൊക്കെ. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ കയറ്റം കയറി റൈറ്റ് സൈഡ് ഇവിടെ വഴിയില്ല കേട്ടോ, ഇത് കണ്ടോ, ഇതിലാണ് നേരെ പോകണ്ടേ. മറ്റേ മണ്ണ് വഴിയാണേ ഇത്. വെട്ടുകല്ലില്ലേ, വെട്ടുകല്ല് വെട്ടിയെടുക്കണേ സ്ഥലത്ത് കാണുന്ന കൂട്ട് മണ്ണാട്ടോ, നല്ല ഉറപ്പുള്ള മണ്ണാണ്. നല്ലൊരു കാടിൻ്റെ അന്തരീക്ഷം കേട്ടോ. അവിടെ വെട്ടിത്തെളിച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല തണുപ്പ് ഇങ്ങോട്ട് കയറിയപ്പോഴത്തേനും. സൈഡിൽ കൂടെ മൊത്തം ഇല്ലി കേട്ടോ, ഇല്ലി നട്ട് വെച്ചേക്കുന്നതാണ്. അവിടെ വലിയൊരു വാട്ടർ ടാങ്ക് കാണാം, കേരള വാട്ടർ അതോറിറ്റിയുടെ വലിയൊരു ടാങ്ക് കണ്ടോ. ഒരു ടവർ അവിടെ ഉണ്ട്, മൊബൈൽ ടവർ. ഓ എന്നാ വലിയ ടാങ്കാന്ന് നോക്കി. ഈ ഏരിയയിലേക്കൊക്കെ ഉള്ള കുടിവെള്ളം കൊണ്ടുപോകാനായിട്ട് പണിത് വെച്ചേക്കുന്ന കേട്ടോ, കറക്റ്റ് മലയുടെ മുകളിൽ. അത്ര അസാധ്യമായിട്ടുള്ള വലിപ്പം കേട്ടോ. അപ്പോൾ സ്ഥലം നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. നമ്മൾ സ്ഥലത്തെത്തി. ഇവിടെ ഒരു സ്റ്റേജൊക്കെ ഉണ്ടല്ലോ. ഇതൊരു കാവൊക്കെ പോലെ കേട്ടോ മൊത്തം. ഇതിൻ്റെ ചുറ്റും കണ്ടില്ലേ ഒരു വനാന്തരീക്ഷമാണുള്ളത്. അപ്പോൾ ഇതാണ് അമ്പലം, ചെറിയൊരു അമ്പലം കേട്ടോ. അവിടെ ഒരു പാറയാണ് പ്രതിഷ്ഠ. നമുക്ക് ചെരുപ്പ് ഊരിയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാം. ഓം വേദവ്യാസായ നമഃ. വേദവ്യാസഗിരി സംരക്ഷണ സമിതി. ഇവിടെ ഒരു കൽവിളക്കുണ്ട്. അപ്പോൾ ഇതാണ് വേദവ്യാസ മഹർഷിയുടെ പ്രതിഷ്ഠ. ഇതാട്ടോ ഇത് പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു പാറക്കല്ലാട്ടോ, ഇങ്ങനെ പില്ലറ് പോലെ നിൽക്കുന്ന ഒരു പാറക്കല്ലാണ്. പുറകിലൊക്കെ ഉണ്ടല്ലോ ഒരു കാവിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഒരു പ്രത്യേക ഒരു അനുഭവം കേട്ടോ ഇതിൻ്റെ മേളിൽ നിൽക്കുമ്പം. നല്ലൊരു അന്തരീക്ഷമാണ്, നമ്മുടെ മൈൻഡിനൊക്കെ അങ്ങ് ഫ്രഷ് ആകും കേട്ടോ, പ്രത്യേകിച്ച് രാവിലെ തന്നെ ഇവിടെ കയറി വന്നപ്പോഴത്തേനും. അപ്പം ഈ ഒരു ക്ഷേത്രത്തിന് ഒരുപാട് ചരിത്രപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിലെ ഏക വേദവ്യാസ ക്ഷേത്രം കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വേദവ്യാസനെ പ്രതിഷ്ഠിച്ചേക്കുന്നത് ശിലാരൂപത്തിലാണ്. ആ ശിലാരൂപത്തിൻ്റെ നേരെ മുൻവശത്തായിട്ട് 5 ശിലകൾ നമുക്ക് കാണാം. അത് പഞ്ചപാണ്ഡവരെ അനുസ്മരിപ്പിക്കുന്നതാട്ടോ. അതായത് പഞ്ചപാണ്ഡവർ അവരുടെ വനവാസ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ശിലാരൂപങ്ങൾ കണ്ടില്ലേ, ഇത് പഞ്ചപാണ്ഡവർ കളരി അഭ്യസിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതേ രൂപത്തിലുള്ള ഒരുപാട് ശിലകളുടെ കൂട്ടങ്ങളാട്ടോ. അതിങ്ങനെ മണ്ണിൽ പാകി വെച്ചേക്കുന്ന പോലെ കണ്ടില്ലേ, പരന്നിട്ട് ഈ ഒരു ഷേപ്പിലുള്ളത് കണ്ടോ. ഇതിങ്ങനെ കുറേ ഉണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുനിയറകളില്ലേ, പണ്ടത്തെ മുനിയറകൾ നമുക്ക് മറയൂരിലൊക്കെ ചെല്ലുമ്പം കാണാൻ സാധിക്കുന്നത്. മുനിയറയൊക്കെ പണിതിരിക്കുന്നത് ഇതുപോലത്തെ ഉള്ള ശിലകൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ശിലകൾ ഒത്തിരി ഉണ്ട്. ഇതാണ് അവർ കളരി അഭ്യസിച്ചിരുന്ന ഒരു സ്ഥലമാണെന്ന് പറയപ്പെടുന്നത്. ഈ ഒരു കാവിൻ്റെ അകത്തായിട്ടാണ് നിൽക്കുന്നത്. കൊണ്ട് അത്തരത്തിലുള്ള ശിലകളാണ് ഇവിടെ മൊത്തം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ഈ ഒരു അതിർവരമ്പുകളൊക്കെ പോലെ കാണുന്നതൊക്കെ അത്തരത്തിലുള്ള ശിലകളാണ്. ഉണ്ട് മൊത്തം വള്ളിയൊക്കെ കയറി പിടഞ്ഞ് കിടക്കണം കേട്ടോ. നല്ല തണുപ്പാട്ടും കയറിയപ്പോൾ തന്നെ. ആരുമില്ല കേട്ടോ. ഇവിടെ ചിരാതൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ ചുറ്റിനും നടക്കാം കേട്ടോ, ചുറ്റിനും വഴിയുണ്ടേ. ഇത് കണ്ടോ, നല്ല സ്ഥലം കേട്ടോ, നല്ല ശാന്തിയും
സമാധാനം എല്ലാം ഉള്ള സ്ഥലമാണ്. മെഡിറ്റേഷനൊക്കെ പറ്റിയ സ്ഥലമാണ്. രാവിലെ ഇവിടെ വന്ന് ഈ മലയുടെ മേളിൽ കുറച്ച് നേരം ഒന്ന് കയറി ഇരുന്ന് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഈ ഒരു രീതിക്ക് ശിലകളൊക്കെ പ്രതിഷ്ഠിച്ച് വെച്ചേക്കുന്നതിൻ്റെ പിന്നിൽ വേറെ ഒരു കഥ കൂടി പറയാനുണ്ട് കേട്ടോ. അതായത് വേദവ്യാസ മഹർഷിയുടെ ശിലാപ്രതിഷ്ഠയുടെ നേരെ മുന്നിലായിട്ടാണല്ലോ പഞ്ചപാണ്ഡവ ശിലകളുള്ളത്. ഇത് പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസ രീതിയെ സൂചിപ്പിക്കുന്ന കേട്ടോ. വേദവ്യാസ മഹർഷി പഞ്ചപാണ്ഡവർക്ക് വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിക്കാണ് നമുക്കിവിടെ ശിലകളൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സ്ഥലവും ആ ഒരു അമ്പലമൊക്കെ വേദവ്യാസഗിരി സംരക്ഷണ സമിതി അവരാട്ടത് സംരക്ഷിച്ചു പോരുന്നത്. ഇത് നെല്ലിമരം അല്ലേ? ഇത് നെല്ലിയാട്ടോ, കായൊന്നുമില്ല. ഇത് മൊത്തം കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലമാട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഇടയ്ക്കാട്ടോ ഇത് വെട്ടിത്തെളിച്ച് ഇട്ടേക്കണം. പുല്ലൊക്കെ കരിഞ്ഞു വന്നിട്ടേ ഉള്ളൂ. ഇവിടെ ഓരോ ശിലകൾക്കും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവില്ല. ഒരുപാട് ശിലകൾ അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാ ശിലയുടെയും പിന്നിലുള്ള കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ഇവിടെ വെളിയിലായിട്ട് നമുക്ക് 2 കുളങ്ങൾ കാണാം കേട്ടോ. തീർത്ഥക്കുളങ്ങളാണ്. ഇതിൽ വെള്ളമുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ഇതൊരു പാറയാട്ടോ. ആ പാറയുടെ നടുക്കൊരു കുഴി. ആ കുഴിയിൽ നിറയെ വെള്ളം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു കുളം ആ ഒരു സൈഡിലും ഉണ്ട്. പുണ്യതീർത്ഥക്കുളം എന്നാട്ടോ അറിയപ്പെടുന്നത്. ഈ കുളത്തിൽ നിറച്ച് വെള്ളമുണ്ടല്ലോ. വേണ്ട 11 മണിയായി സമയം. നല്ല വെയിലാട്ടോ. ഇവിടെ കയറി കുറച്ച് തണലും കൊള്ളാം. എത്ര പില്ലറാന്ന് നോക്കി. ഇത്രയും വലിയ ടാങ്ക് അത് സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തോരം പില്ലർ വേണമല്ലേ. ഓക്കെ, ടാങ്കിൻ്റെ മുകളിലേക്ക് വെള്ളം അടിച്ച് കയറ്റി കൊണ്ടുവന്ന് പൈപ്പാട്ടോ. കാസ്റ്റാനാണ്. ഇവിടെ നോക്കി വന്നൊരു ഈ കുഴി പോയേനെ. അവിടെ പമ്പ് കാര്യങ്ങളൊക്കെ കാണാം. ഇത് എവിടെ നിന്നായിരിക്കുമല്ലോ വെള്ളം അതിൻ്റെ മുകളിലേക്ക് അടിച്ച് കയറ്റി കൊണ്ടുപോകുന്നത്? ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും പുഴയുടെ മേളിൽ നിന്നായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് കേരളത്തിൽ ആർക്കും തന്നെ അറിയത്തില്ല കേട്ടോ. കേരളത്തിൽ നിന്നല്ല, ഇവിടെ ഉള്ളവർക്ക് പോലും അറിയില്ല. ഞാൻ ആ ഫുഡ് കഴിക്കാനായിട്ട് രാവിലെ കയറിയ ഒരു ഹോട്ടലിൽ വെമ്പിള്ളിയിൽ ആ ചേട്ടനോട് ചോദിച്ചാൽ പുള്ളി ആദ്യമായിട്ട് കേൾക്കുക. ഞാൻ പറഞ്ഞപ്പോഴാണ് പുള്ളി ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അടിപൊളി വെയിൽ. ഈ മരത്തണലിൽ കുറച്ച് നേരം നിൽക്കാം അല്ലേ. അവിടെ അതിൻ്റെ അകത്ത് പോയിട്ടൊരു വൈബില്ല. ഇങ്ങനെയുള്ള നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ കിടക്കുമ്പോൾ എന്തിനാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ ചവിട്ടി പോയി കയറുന്നത്? ആ കാവിൻ്റെയൊക്കെ അകത്ത് നിൽക്കാനായിട്ടൊരു പ്രത്യേക സുഖം കേട്ടോ. തണുത്തൊരു അന്തരീക്ഷമൊക്കെ ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തോന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വേദഗിരി എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ വേദവ്യാസഗിരിയുടെ മേളിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതിൻ്റെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ മനസ്സിലാക്കി എല്ലാവരും വരാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.